عليكم ورحمة الله وبركاته. الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ ഏറെ പരിപാവനമായ അതിൻ്റെ രാപ്പകലുകളിലൂടെ വിവിധ നന്മകളിലും ഇബാദത്തുകളിലും ഭാഗവാക്കായി വളരെ സജീവമായ ആരാധനകളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ ഒരു സന്ദർഭം നമുക്ക് അനുകൂലമാക്കി തന്ന അല്ലാഹുവിനോടുള്ള ശുക്ർ പൂർണ്ണമായ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അവസരങ്ങളെ വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ ആ ജനാസയിൽ പങ്കെടുക്കുകയും ജനാസ കർമ്മങ്ങൾ പൂർത്തിയായ വേളയിൽ ആ ഖബറിൻ്റെ വശങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളെ അഭിസംബോധന ചെയ്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം, ഇഖ്വാനി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലിമിസ്ലി ഹാദൽ യൗമി ഫഅമലു, ഇതേപോലെ ഒരു ദിവസം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. നിങ്ങൾ മരണപ്പെടും, നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കപ്പെടും, നിങ്ങളുടെ ജനാസ വഹിച്ചുകൊണ്ട് പള്ളികളിലേക്ക് ആളുകൾ കടന്നു വരും, നിങ്ങളുടെ പരിചയമുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കും. പിന്നീട് ആ ശരീരത്തെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് ശാശ്വതമായ ഒരു അനശ്വര ജീവിതത്തിൻ്റെ തുടക്കം, ആ മരണാനന്തര ജീവിതത്തിൻ്റെ ആ ഒരു സഞ്ചാരത്തിന് തുടക്കം കുറിക്കപ്പെടുന്ന ഈ ഒരു ദിവസം, ഇതുപോലെ ഒരു ദിവസം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. അതുകൊണ്ട് ഫഅമലു, അതുകൊണ്ട് നിങ്ങളുടെ അവസരങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അമലുകൾ ചെയ്യണം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇമാം തുബ്രാനി റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പ്രവാചകൻ സ്വഹാബത്തിന്റെ കൂടെ ഒരു യാത്രയിലാണ്. ആ സമയത്ത് അവിടെ പരിസരത്തുള്ള ഒരു ഖബർ കണ്ട് റസൂലുള്ളാഹി ചോദിക്കുന്നു, ഇത് ആരുടെ ഖബറാണ്? ആ സമയത്ത് സ്വഹാബിമാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇന്ന വ്യക്തിയുടെ ഖബറാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, ആ ഖബറിലുള്ള വ്യക്തി ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അയാളുടെ മനോഭാവം, മനോഗതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിലുള്ള സകല സമ്പത്തിനേക്കാളും ഒരു 2 റക്അത്ത് നമസ്കാരത്തിന്റെ ഗുണം എനിക്ക് ഖബറിൽ ആശ്വാസമായിരുന്നുവെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ജീവിതത്തിലെ ഒരുപാട് സന്ദർഭങ്ങളിൽ മടി കാരണം, ആലസ്യം കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അവസരങ്ങൾ ബോധപൂർവം പാഴാക്കി കളഞ്ഞതിൻ്റെ നിരാശയിലാണ് അയാൾ. പള്ളിയിൽ കയറിയാൽ ഒരു 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാമായിരുന്നു, അതിന് താല്പര്യം കാണിച്ചില്ല. റവാത്തിബ് സുന്നത്തിന്റെ ഭാഗമായി 2 റക്അത്ത് നമസ്കരിക്കാമായിരുന്നു, അന്നതിന് താല്പര്യം കാണിച്ചില്ല. ഇപ്പോൾ ഖബറിലെ ഏകാന്തതയിൽ കടന്നു പോകുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ചിന്ത, ഒരു 2 റക്അത്ത് നമസ്കരിച്ചിരുന്നുവെങ്കിൽ, ആ നമസ്കാരത്തിന്റെ ഗുണം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന തേട്ടമാണ് എന്നായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ വിചാരണയുടെ സന്ദർഭങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഹദീസിന്റെ ഭാഗം ഇങ്ങനെയാണ്: ഒരു വ്യക്തി തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും, ജീവിതത്തിൽ താൻ ചെയ്ത ഏതാനും കർമ്മങ്ങൾ മാത്രമാണ് അയാൾക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുക.
പിന്നീട് അയാൾ ഇടതുഭാഗത്തേക്ക് നോക്കും. അയാളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ ഓരോ പ്രവർത്തനങ്ങൾ അയാളുടെ ഇടതുവശത്തുണ്ടാകും. വയൻദുറു ബൈന യദൈഹി, ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള കർമ്മങ്ങൾക്ക് ശേഷം അയാൾ തനിക്ക് അഭിമുഖമായി നേരെ നോക്കുമ്പോൾ ഫലാ യറാ ഇല്ല നാറ തിൽഖാഅ വജ്ഹിഹി, തൻ്റെ കൺമുമ്പിൽ തന്നെ കാത്തിരിക്കുന്ന നരകശിക്ഷ അയാൾ തിരിച്ചറിയുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുന്നാർ വലൗ ബിശ്ശഖ്ഖി തംർ, ഒരു കാരക്കയുടെ ചീന്ത മാത്രമാണ് സ്വതക ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ആ കാരക്കയുടെ കഷ്ണം സ്വതക ചെയ്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്വഹാബത്തിനോട് ആവർത്തിച്ച് ആഹ്വാനം ചെയ്തത് നന്മകൾ ചെയ്യണമെന്നാണ്. നന്മകളുമായി ജീവിതത്തെ സമ്പന്നമാക്കണമെന്നായിരുന്നു. എന്നാൽ അതിൻ്റെ അനുബന്ധമായി വിശുദ്ധ ഖുർആൻ നൽകുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു നിർദ്ദേശം 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ആയത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ ജീവിതത്തിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യട്ടെ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ, ആളുകൾക്ക് ഗുണമുള്ള നന്മകൾ ചെയ്യട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകളും അമൽ സ്വാലിഹാത്തുകളും ചെയ്യട്ടെ, അയാളുടെ ജീവിതം നന്മകൾ കൊണ്ട് സമ്പന്നമാക്കട്ടെ എന്ന് അള്ളാഹു പറയുന്നത് കാണാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല ആ ആയത്ത് അങ്ങനെ അവസാനിപ്പിക്കുകയല്ല, മറിച്ച് ഏറ്റവും ശക്തമായ മറ്റൊരു നിർദ്ദേശം അതിൻ്റെ അനുബന്ധമായി നൽകുന്നു. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിനോടുള്ള ആരാധനയിൽ യാതൊരാളെയും പങ്കു ചേർക്കരുത്, യാതൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, ജീവിതത്തിൽ ഒരു കാരണവശാലും ശിർക്ക് സംഭവിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു നിലപാട് പ്രഖ്യാപിക്കണം എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിലാണ് നമ്മൾ. മണ്ണും വിണ്ണും നന്മകൾക്ക് വേണ്ടി പ്രചോദനം നൽകുന്ന ഘട്ടമാണ്. സാധാരണ പള്ളിയിൽ വരാത്തവർ പള്ളികളിൽ സജീവമാണ്. ജമാഅത്ത് നമസ്കാരങ്ങളിൽ ശുഷ്കാന്തി കാണിക്കാത്തവർ ജമാഅത്ത് നമസ്കാരങ്ങളിലെ നിറസാന്നിധ്യമാണ്. പരിശുദ്ധ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യണമെന്നോ സ്വതഖ ചെയ്യണമെന്നോ തഹജ്ജുദുകളിൽ പങ്കെടുക്കണമെന്നോ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഓരോരുത്തരും ആ നന്മ ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ നന്മകളുടെ കൂടെ ഒരു ശക്തമായ നിലപാടായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഒരു വീക്ഷണം വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, ഈ കർമ്മങ്ങളെല്ലാം ഇബാദത്തുകളാണ്, അള്ളാഹുവിനോടുള്ള ആരാധനകളാണ്. ആ ആരാധനകളിൽ യാതൊരു കാരണവശാലും ശിർക്ക് സംഭവിക്കരുത് എന്നാണ് പ്രഗൽഭനായ ഒരു സഹാബി അബൂദർദാ റളിയല്ലാഹു വിശദീകരിക്കുന്നു. ഔസാനി ഖലീലി, എൻ്റെ കൂട്ടുകാരൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകിയ ഒരു വസിയ്യത്തുണ്ട്. അല്ലാ തുശ്രിക് ബില്ലാഹി ശൈആ വഇൻ ഖുത്തിഅത വഹുരിഖത, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇനി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും തന്നെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇത്തരം ആശയങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ, ഇസ്ലാമിക ആശയ പ്രചാരണത്തിന്റെ ഭാഗമായി ഉമ്മത്തിന് ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പള്ളികളും നമ്മുടെ ദഅവാ സംരംഭങ്ങളിലും നിരന്തരമായി ഇത്തരം സന്ദേശങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് അല്ലിമുന്നാസ് അത്തൗഹീദ്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തൗഹീദാണ്. ഏകനായ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന ആ സന്ദേശമാണ് ആളുകളെ പഠിപ്പിക്കേണ്ടത്. എന്തേ കാരണം? തൗഹീദും ശിർക്കും പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? ഫകുല്ലു ദംബിൻ ദൂന ശിർക്ക് യുഗ്ഫർ,
മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവർത്തനവും ശിർക്കല്ലാത്ത ഏത് തിന്മകളും അള്ളാഹു ഒരുപക്ഷെ അവന് പുറത്തു കൊടുത്തേക്കാം. എന്നാൽ ശിർക്കിന്റെ അവസ്ഥ, ഒരാൾ നിലപാട് മാറ്റാതെ, ഒരാൾ തൗബ ചെയ്യാതെ, ഒരാൾ പരിശുദ്ധമായ അള്ളാഹുവിന്റെ തൗഹീദ് കൃത്യമായി ഉൾക്കൊണ്ടാലല്ലാതെ അള്ളാഹു അത് പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യരെ ഏറ്റവും ശക്തമായി പഠിപ്പിക്കേണ്ടത് അവരുടെ ആദർശമാണ്. ആദർശ രംഗത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് തൗഹീദും ശിർക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നു. എന്തായിരുന്നു പ്രവാചകന്മാർ സമൂഹത്തെ പഠിപ്പിച്ചത്? എന്തിന്റെ പേരിലാണ് പ്രവാചകന്മാർ എതിർക്കപ്പെട്ടത്? ഉമ്മത്തിനെ ചൂഷണം ചെയ്തതിന്റെ പേരിലല്ല. ഒരു സമൂഹത്തെ ഏതെങ്കിലും രൂപത്തിൽ സാമൂഹികമായ ജീർണതകളിലേക്ക് കൊണ്ടുപോയതിന്റെ പേരിലല്ല പ്രവാചകന്മാർ എതിർക്കപ്പെട്ടത്. പ്രവാചകന്മാർ സമൂഹമധ്യേ കടന്നു വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് അള്ളാഹുവിന്റെ ആദർശമാണ് എന്ന തിരിച്ചറിവിലൂടെ പ്രവാചകന്മാർ സമൂഹങ്ങളെ ഈ തൗഹീദിന്റെ തത്വം കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി. അവിടെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, വമിൻ അൻവാഇ ശിർക്ക്, ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് ത്വലബുൽ ഹവായിജ് മിനൽ മൗത, മരണപ്പെട്ടവരോട് തന്റെ ആവശ്യങ്ങൾ തേടുക, ആവലാതിപ്പെടുക എന്നത് ശിർക്കിൽപ്പെട്ടതാണ്. വൽ ഇസ്തിഗാസത്തു ബിഹിം, മരണപ്പെട്ടവരോട് ഇസ്തിഗാസ നടത്തുക, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടുക എന്നത് ശിർക്കാണ്. വത്തവജ്ജുഹു ഇലൈഹിം, അവരിലേക്ക് തിരിഞ്ഞു നിന്ന് ആരാധനകൾ നിർവഹിക്കുന്നത്, മരണപ്പെട്ടവരുടെ മഖാമുകൾ, ജാറങ്ങൾ, അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആരാധനകൾ നിർവഹിക്കുക എന്നത് ശിർക്കാണ്. എന്ന് മാത്രമല്ല, വഹാദ അസ്ലു ശിർക്കിൽ ആലം, ലോകത്ത് കടന്നു വന്ന വിവിധ ശിർക്കിന്റെ രൂപങ്ങളുടെ അടിസ്ഥാന രൂപം മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ളവര് വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിൽ മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന നമുക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാട് വേണം. ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ കേവലമായ ഒരു പ്രൊപ്പഗണ്ടയല്ല. നമ്മുടെ നാട്ടിൽ വിവിധ കക്ഷികൾ, പല കൂട്ടായ്മകൾ അവരുടെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായി, ഒരു കേവലമായ സാന്നിധ്യം അറിയിക്കുന്ന സ്റ്റണ്ടിന്റെ ഭാഗമായി, കേവലം ആവേശത്തിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുകളല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം സമൂഹത്തിന്, പൊതു മുസ്ലിമീങ്ങൾക്ക്, എല്ലാ വിഭാഗം ആളുകൾക്കും തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അടയാളം ബദർ യുദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈൻ ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഫിഅത്തുൻ ഉഖ്റാ കാഫിറ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ബദറിന്റെ താഴ്വരയിൽ പരസ്പരം പോർമുഖത്തിൽ, യുദ്ധഭൂമിയിൽ പരസ്പരം അടരാടിയ രണ്ട് വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏതായിരുന്നു ആ വിഭാഗം? ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു കക്ഷി അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നു യുദ്ധം ചെയ്തത്. രണ്ടാമത്തെ കക്ഷിയുടെ പ്രത്യേകത വഫിഅത്തുൻ ഉഖ്റാ കാഫിറ, രണ്ടാമത്തെ കക്ഷി കാഫിറുകളായിരുന്നു എന്നാണ്. അബൂജഹലും ഉത്ബയും ശൈബയും അബൂ സുഫിയാനും അബൂ ലഹബും അടക്കമുള്ള ഒരു നിര ശത്രുപക്ഷത്ത് നിലകൊള്ളുന്നു. ഇപ്പുറത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹാബിമാരുമാണ്. ഈ രണ്ട് സംഘത്തെ കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയവരാണ് നബിയും സഹാബത്തും എന്നാണ്. അവരെ എതിർത്തവരാരാണ്? വഫിഅത്തുൻ ഉഖ്റാ കാഫിറ, രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് അവര് കാഫിറുകളായിരുന്നു എന്നാണ്. എങ്ങനെയാണ് ഈ രണ്ട് കക്ഷികളെ, ഒരു വിഭാഗം അള്ളാഹുവിന്റെ കക്ഷിയായും ഒരു വിഭാഗം കാഫിറുകളായും വേർതിരിക്കപ്പെട്ടത് എന്നത് ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ താഴ്വരയിൽ ശത്രുപക്ഷത്തേക്ക് നോക്കി. പിന്നീട് പ്രവാചകൻ തന്റെ കൂടെയുള്ള ആളുകളെ നോക്കി. പ്രവാചകന്റെ കൂടെ 300-ൽ പരം ആളുകൾ മാത്രമാണ്.
ശത്രുപക്ഷത്ത് 3 ഇരട്ടി ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി നടത്തിയ പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലൻ തുഅബദ് ഫിൽ അർളി അബദ. അല്ലാഹുവേ, നീ എന്നോട് വാഗ്ദാനം ചെയ്തത്, നീ എനിക്ക് വാക്ക് തന്ന കാര്യം അത് നീ പൂർത്തീകരിക്കണമേ. ഈ കൊച്ചു സംഘം ഈ ബദറിന്റെ മണ്ണിൽ ഈ യുദ്ധഭൂമിയിൽ കൊല ചെയ്യപ്പെട്ടാൽ, പരാജയപ്പെട്ടാൽ ലൻ തുഅബദ് ഫിൽ അർളി അബദ, ലോകത്ത് അല്ലാഹുവേ നീ ഒരിക്കലും ആരാധിക്കപ്പെടുകയില്ല എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അഥവാ ഇസ്ലാമിക സമൂഹം എന്തുകൊണ്ട് വിജയിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കുന്നത് മുസ്ലിമീങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നവരായിരുന്നു എന്നാണ്. എന്നാൽ വിചിത്രമെന്ന് തോന്നിയേക്കാം, ബദറിലേക്ക് പുറപ്പെടുമ്പോൾ കഅബയുടെ ഖില്ല പിടിച്ച് അബൂജഹൽ നടത്തിയിരുന്ന പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ഉൻസുർ അഹ്ദൽ ഫിഅതൈൻ, അല്ലാഹുമ്മ, എൻ്റെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ. അബൂജഹൽ വിളിച്ചത് അല്ലാഹുവിനെയാണ്. ആ അബൂജഹലുള്ള സംഘത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വഫിഅത്തുൻ ഉഖ്റ കാഫിറ, അബൂജഹൽ അടക്കമുള്ള സംഘം കാഫിറുകളായിരുന്നു എന്നാണ്. അബൂജഹൽ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. അല്ലാഹുമ്മ ഉൻസുർ, അല്ലാഹുവേ നീ സഹായിക്കണം, അഹ്ദൽ ഫിഅതൈൻ, ഈ 2 കക്ഷികളിൽ സത്യത്തിന്റെ കക്ഷികളെ നീ വിജയിപ്പിക്കണമേ എന്ന് അബൂജഹൽ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. എന്നിട്ട് റസൂലുള്ള ബദറിന്റെ താഴ്വരയിൽ പറയുന്നത്, അല്ലാഹുവേ, ഞാനും എൻ്റെ കൂടെയുള്ളവരും പരാജയപ്പെട്ടാൽ ലൻ തുഅബദ് ഫിൽ അർളി അബദ, നീ ഭൂമിയിൽ ആരാധിക്കപ്പെടുകയില്ല എന്നാണ്. എന്താണ് ഇതിന്റെ വശം? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മുസ്ലിമീങ്ങൾ മാത്രമാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന്. എന്നാൽ അബൂജഹൽ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട് എന്ന ഹദീസുകൾ വിശുദ്ധ ഖുർആനിൽ പോലും അവരുടെ ആ പ്രാർത്ഥനകളുടെ ആ വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അതിന്റെ ആയത്തിലൂടെ പറയുന്നു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ എന്ന് തുടങ്ങി മുശ്രിക്കുകൾ നടത്തിയ പ്രാർത്ഥന അവർ വിളിച്ചത് അല്ലാഹുവിനെയാണ്. അപ്പൊ എവിടെയാണ് പ്രശ്നം? അവരും അല്ലാഹുവിനെ വിളിച്ചു, റസൂലുള്ളയും അല്ലാഹുവിനെ വിളിച്ചു, എന്നിട്ട് ഒരു വിഭാഗം മാത്രം കാഫിർ എന്ന് പറയുന്നു. എവിടെയാണ് വ്യത്യാസം? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം നമ്മൾ കാണുന്നത്. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. വലാ ഉശ്രിക് ബി റബ്ബിഹി അഹദ, അല്ലാഹുവിനുള്ള ആരാധനയിൽ ഞാൻ പങ്കു ചേർക്കുകയില്ല എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഒരു മാത്രം, അള്ളാഹനെ മാത്രം വിളിക്കാം, അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കാം, അള്ളാഹുവിനോട് മാത്രം ആവലാദികൾ പറയുക എന്ന ഈ മാത്രം എന്ന വിഷയത്തിലായിരുന്നു മക്കത്തെ മുശ്രിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും യോജിക്കാത്ത വിയോജിപ്പിന്റെ മേഖലകൾ ഉണ്ടായത്. അതിന്റെ പേരിലായിരുന്നു ബദർ ഉണ്ടായത്, അതിന്റെ പേരിലായിരുന്നു ഹിജ്റ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആദർശവുമായി ബന്ധപ്പെട്ട ഈ കണിശമായ കൃത്യമായ ഈ മേഖലയെ വാശികളില്ലാതെ നിഷ്പക്ഷമായി വിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനും നമ്മുടെ നിലപാടുകൾ കുറ്റമറ്റതാണ് എന്ന് ഉറപ്പുവരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹാണെങ്കിൽ അമലു സ്വാലിഹാത്തും തൗഹീദും നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് അത്യന്താപേക്ഷിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധി മനസ്സിലാക്കി അവനോടുള്ള ആരാധനകൾ കൃത്യതയോടെ നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളും ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്ത് നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ
ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ കൂടെയുള്ള സഹവാസം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.